ബഹുമാന്യരും സ്നേഹനിധികളുമായിരിക്കുന്ന ഈ കൊമ്പനാട് ദേശനിവാസികൾക്ക് പ്രാരംഭമായി തന്നെ ഞങ്ങളുടെ വന്ദനമറിയിക്കട്ടെ. വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അലങ്കൃതമായ മലകളും കാടുകളും കുന്നുകളും തോടുകളും കൊച്ചരുവികളുമൊക്കെ കടലും കടൽത്തീരവും ഒക്കെ കൊണ്ട് അനുകൃതമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ പുറത്തുവിട്ട ശുചിത്വ മിഷന്റെ ഒരു പരസ്യവാക്യം ഇങ്ങനെയാണ്: വരുമൊരു തലമുറയ്ക്ക് ഇവിടെ വാസം യോഗ്യമോ? അതേ, പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും നമുക്കറിയാം, പ്ലാസ്റ്റിക് എന്ന മാലിന്യവും വന്യമൃഗങ്ങളുടെ താണ്ഡവവും മനുഷ്യ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനേകം പ്രശ്നങ്ങളും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ ബലഹീനതകളുമൊക്കെ സമൂഹത്തിൽ ആഞ്ഞടിച്ച ദുഃഖവും നിരാശയും വേദനയും കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ നേരേറെയായി വരച്ചു കാണിക്കാറ് ആ കാലഘട്ടത്തിലെ കവികളാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ജന്മിത്വം കുടികുത്തുവാണ് ഒരു കാലമുണ്ടായിരുന്നു. ജന്മികൾ സ്വത്തുക്കൾ അനുഭവിച്ചു വന്ന കാലം. അടിയാന്മാരായി മനുഷ്യൻ ജന്മികളുടെ അടിമകളായി കഴിയേണ്ടി വന്നൊരു കാലത്ത് ചങ്ങമ്പുഴ എന്ന മഹാകവി വാഴക്കുല എന്ന ഒരു കവിത എഴുതി മലയപ്പുലയൻ ഒരു വാഴ നട്ടതും അദ്ദേഹത്തിനുണ്ടായ സങ്കടങ്ങളും അവരുടെ മക്കൾ അനുഭവിക്കേണ്ടി വന്ന മനോവേദനയും എഴുതിയപ്പോൾ, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാടത്തക്കവണ്ണം പ്രകൃതിയും മലകളും പാടശേഖരങ്ങളൊക്കെ അതുവരെയും പണി ചെയ്ത കൃഷിക്കാരന്റെ ആയി തീരാനിടയായിത്തീർന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്ന മലയാളി എഴുന്നേറ്റ് വന്നപ്പോൾ സുഗതകുമാരി എന്ന കവിയത്രി മലയാള ഭാഷയെ നോക്കി, മറക്കുമോ ഞാൻ നിന്നെ സുരസുഷ്മേ എന്ന് പാടി മലയാള ഭാഷയെ സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനിടയായിത്തീർന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു അറിയപ്പെടുന്ന മഹാകവിയാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹം തന്റെ കണ്ണടകൾ എന്ന കവിതയിൽ ഈ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളെ ഇങ്ങനെ വരച്ചു കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മങ്ങിയ കാഴ്ചകൾ കാണാൻ കണ്ണടകൾ വേണം. എന്താണ് ഈ സാഹിത്യത്തിന്റെ മങ്ങിയ കാഴ്ചകൾ? അദ്ദേഹം തന്റെ ഭൂമികൾ കൊണ്ട് ഇങ്ങനെ കുറിച്ചു വെക്കുകയാണ്: പൊട്ടിയ താലിച്ചരടുകൾ, പൊട്ട മദ്യക്കുപ്പികൾ. അത് ഏത് താലിച്ചരട് പൊട്ടിയാലും, ഏത് കുടുംബബന്ധം തകർന്നാലും, മക്കളില്ലാതെയായാലും, ഭാര്യ പിണങ്ങിപ്പോയാലും, എനിക്ക് മദ്യം കുടിക്കണം, എന്റെ മദ്യക്കുപ്പിയിലെ മദ്യം തീരരുത്, മദ്യം വാങ്ങാനുള്ള പണം എന്റെ പോക്കറ്റിൽ നിന്ന് തീരരുത്, ഞാൻ എങ്ങനെയും അതിനുള്ള പണം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് മദ്യം കുടിക്കാനായി ജീവിക്കുന്ന മദ്യവാന്മാരുടെ ലോകമായി നമ്മുടെ കേരളം ഇന്ന് അത് ഭരിച്ചില്ലേ? മദ്യമൊക്കെ എവിടെ ചെന്നു? അതെ, മുരുകൻ കാട്ടാക്കട പിന്നീട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: പുറകിലെ പ്ലാവിൻ മുകളിൽ കാണാം തൂങ്ങിയ കയറുകൾ. ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ പ്രതിരൂപങ്ങൾ അദ്ദേഹം വരച്ചു കാണിക്കുന്നുണ്ട്. അതേ, മാവിൻ ചുവട്ടിൽ ഒരു തിലയിൽ വീണ രക്തത്തുള്ളികൾ ഉറുമ്പരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അത് നമുക്കിന്നറിയാൻ പാടില്ല. ഞാനിവിടെ നെഞ്ചുവിരിച്ചു നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈ വഴിയെ പോകുന്ന ആരുടെ കയ്യിലാണ്, ആരുടെ അരികിലാണ് കൊച്ചു പിച്ചാത്തിയോളോ എന്നറിയാൻ മേലാത്ത സാഹചര്യമാണ്. വഴിയെ പോകുന്ന നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കാൻ പേടിയാണ്. ചിലപ്പോൾ എന്താണ് കുറിച്ചു നോക്കുന്നു ചോദിച്ച് നമ്മളെ തല്ലാൻ സാധ്യതയുണ്ട്. ഗുണ്ടകളും മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളുമായ മനുഷ്യർ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമ്മളൊന്നും കണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല എന്നുപോലെ അങ്ങ് ജീവിക്കുകയാണ്. വേറെന്ത് ചെയ്യാനാ സാറേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. അതെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യ പ്രശ്നം പട്ടിണിയായിരുന്നു. കാരണം ഈ പ്രദേശത്തുള്ള, ഈ പെരുമ്പാവൂർ പ്രദേശത്തുള്ള പാടങ്ങളിലൊക്കെ മനുഷ്യൻ അധ്വാനിച്ച് വൈകുന്നേരം വരെ കൊയ്ത് വൈകുന്നേരം കിട്ടുന്ന ഒരു പിടി നെല്ല്, കൂലിയായി കിട്ടുന്ന ഒരു പിടി നെല്ല് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി കുത്തി കഞ്ഞി വെച്ച് വിശന്ന് തളമുറങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് രാത്രിയിൽ ഒരു നേരം ആഹാരം കൊടുത്ത് രാവിലെ അതിന്റെ ബാലൻസ് പഴങ്കഞ്ഞിയും കുടിച്ച് പണിക്ക് പോയിരുന്ന ഒരു കാലം നമ്മുടെ ഒന്നും വിദൂരത്തിലല്ലോ. അതെ, മനുഷ്യന്റെ പട്ടിണി ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നമായിരുന്നു. ഇന്ന് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന മനുഷ്യരും പറഞ്ഞാൽ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഓടുന്ന തലമുറകളൊക്കെയാണ് പ്രശ്നമെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനുഷ്യരൊക്കെയാണ് നമ്മുടെ പ്രശ്നമെങ്കിലും, ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലെ പുരോഗതിയും മൊബൈലും ആശുപത്രികളും ഒക്കെ ആരോഗ്യവും മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ആത്മഹത്യകൾ പെരുകുമായിരുന്നില്ലല്ലോ. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കണ്ണൂര് പ്രമുഖന്മാരടക്കം, അതേ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നമ്മുടെ എവിടെയല്ലോ കേൾക്കുന്നു ആളുകൾ തൂങ്ങി മരിച്ചു, ട്രെയിനിന് കുഞ്ഞുങ്ങളെ അടക്കം ഇതാ ട്രെയിനിന്റെ മുന്നിൽ ചേർന്ന് പിടിച്ചു മരിക്കുന്നു. മനുഷ്യൻ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യന് സ്വസ്ഥതയില്ല, മനുഷ്യന് സമാധാനമില്ല. വലിയ കേമന്മാരെന്നൊക്കെ പറയുന്നെങ്കിലും മനുഷ്യന് സ്വസ്ഥതയും സമാധാനവുമില്ല. അതെ, മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനല്ല ഇന്ന് വൈകുന്നേരം സമയം ഞങ്ങൾ നിങ്ങളുടെ അടുത്തായിരിക്കുന്നത്. പ്രിയപ്പെട്ട കൊമ്പനാട് നിവാസികളെ, പ്രിയ ബിസിനസ്സുകാരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറയുന്ന പുസ്തകത്തെ ഞാൻ പ്രാരംഭമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതെ, ലോകത്ത് ആദ്യം എഴുതപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ പേർ വായിച്ചിട്ടുള്ളതും ലോകത്ത് ഏത് രാജ്യത്ത് എന്നാൽ കിട്ടുന്നതും വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ നീ ആരാണെന്നും ദൈവം ആരാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു. ഈ ബൈബിൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായ പ്രയാസത്തിൽ, രോഗത്തിൽ, അസ്വസ്ഥതകളിൽ, അത് വിട്ടുമാറാത്ത രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു ദൈവം നിന്നെ സൗഖ്യമാക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യന്റെ ഭയം എപ്പോഴും മനുഷ്യനെ പിന്തുടരാറുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. കൊച്ചു പാറ്റയെ പോലും ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബൈബിൾ ഇത് മാത്രമല്ല പറയുന്നത്. വിശുദ്ധ ബൈബിളിന്റെ മർമ്മപ്രധാനമായ മണ്ഡലം എന്ന് പറയുന്നത് ഏത് മനുഷ്യരും ഉറച്ചു നിന്നാൽ ഒരു ശാസ്ത്രമത്ര എന്ന മഹനീയമായ സന്ദേശമാണ്. എന്താണ് അതിന്റെ ആ പറഞ്ഞതിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് 4 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് മരിക്കാനായിട്ടിടയായി തീർന്നു. 28 വയസ്സുള്ളവർ മരിക്കുന്നുണ്ട്. അതെ, 48 വയസ്സുള്ളവർ മരിക്കുന്നുണ്ട്. 50 വയസ്സുള്ളവരും 60 വയസ്സുള്ളവരും മരിക്കുന്നുണ്ട്. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ മരിക്കുന്നത്? അതെ, അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഏത് വീട്ടിലും ഏത് സമയത്തും രംഗമോളമില്ലാതെ
നമ്മൾ വിളിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം. ആർക്കും തടുക്കാനാവാത്തൊരു സത്യമാണ് മരണം. ജനിച്ച ഏത് മനുഷ്യനും ഒരു ദിവസം മരിക്കും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അടക്കം എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. ഞാൻ മരിക്കുകയില്ലെന്ന് ആർക്കും പറയാനൊന്നും സാധിക്കുകയില്ല. ചിലപ്പോ കവി പറഞ്ഞിട്ട് കാണും മരണമില്ലാത്ത നാട്. അതെ, മുത്തച്ഛന്മാരിയ്ക്കുന്നു, മുതുമുത്തച്ഛന്മാരിയ്ക്കുന്നു എന്നൊക്കെ കവി പാടിക്കാണും. അത് കവിഭാവനയാണ്. അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. ഒരു ദിവസം നാം എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരിക്കും. അതെ, ഒരു മനുഷ്യന്റെ മരണശേഷം മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും വിശ്വങ്ങളും വിശ്വസിക്കുന്നു. അതെ, ചിലർ അതിനെ നിത്യജീവനെന്നോ ചിലർ അതിനെ മരണാനന്തര ജീവിതമെന്നോ ഒക്കെ വിളിച്ചേക്കാം. അതെ, വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നൊരു സത്യം ഉണ്ട്. അതിതാണ്, ഏത് മനുഷ്യനും ഒരു മരണമുണ്ട്. എന്നാൽ മരിച്ച് കല്ലറകളിൽ അടക്കപ്പെട്ട മനുഷ്യൻ ഒരു ന്യായവിധിക്കായി എഴുന്നേറ്റ് വരും. നന്മ ചെയ്തവർ നന്മയുടെ പ്രതിഫലവും തിന്മ ചെയ്തവർ തിന്മയുടെ പ്രതിഫലവും പ്രാപിക്കേണ്ടതിന് കല്ലറകളിൽ അടക്കപ്പെട്ട എല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നീ വിധിക്കപ്പെടും. സ്വർഗമോ നരകമോ നിനക്ക് മുന്നിലുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യ, നീ ഭോഷനായി തീരരുത്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ നിങ്ങളെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ മരണത്തെ കുറിച്ച് പറയുന്നു, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ബൈബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് തുറന്ന് വായിക്കണം. പലരും ബൈബിൾ വളരെ ബഹുമാന സൂചകമായി ചിലപ്പോൾ ഭവനത്തിൽ വെച്ച് ബഹുമാനിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. തീർച്ചയായും വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ബൈബിൾ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ബഹുമാനിക്കപ്പെടേണ്ട പുസ്തകം മാത്രമല്ല ബൈബിൾ, അതിനെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തുറന്ന് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. വായിക്കുക എന്ന് മാത്രമല്ല, നാം നന്നായി ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. അതെ, ഈ ബൈബിൾ അനേകം ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി മുതൽ ശ്രീനാരായണ ഗുരു മുതൽ വായിച്ച വ്യക്തികളെ എല്ലാം ഒരുപോലെ സ്വാധീനിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, ജയിലിൽ കിടന്നവരെ, കൊലപാതകികളെ, അതെ, അനേകം തിന്മ പ്രവൃത്തി ചെയ്തവരെയൊക്കെ നന്മയുടെ വക്താക്കളാക്കി മാറ്റിയ പുസ്തകമായ വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ദയവായി അതൊന്ന് തുറന്ന് വായിക്കണമേ. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബൈബിൾ ഇല്ലെങ്കിൽ ദയവായി ഈ സമയത്ത് ഞങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായി വായിക്കാൻ ഒരു പുതിയ നിയമ ബൈബിൾ തരാൻ ഞങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവർ, ഞങ്ങളെ സമീപിച്ചാൽ ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയുന്ന കാര്യം, വിശുദ്ധ ബൈബിൾ ഞാൻ ഇനി നിങ്ങളെ കാണുമോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ദേശത്തിന് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളെ കണ്ടാലും ഇല്ലെങ്കിലും ഒരു ബൈബിൾ തുറന്ന് വായിക്കാൻ, ബൈബിളിലെ സന്ദേശം ഉൾക്കൊള്ളാൻ പ്രാരംഭത്തിൽ നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത്, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കട്ടെ. പ്രിയമുള്ളവരെ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. എന്താണ് യേശുക്രിസ്തുവിന്റെ ദൗത്യം? ഞാൻ ആദ്യം പറഞ്ഞ മരണ പുനരുത്ഥാനങ്ങളോട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. മനുഷ്യന് മരണശേഷം ഒരു ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ബൈബിളിലെ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അത് 2000 കൊല്ലം മുമ്പ് അതേ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി കുന്നിൽ തന്റെ ശരീരത്തെ ലോകത്തിന്റെ സർവ്വലോകത്തിന്റെയും സർവ്വ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി സ്വയം യാഗമായി തീർന്നു. ആരാണോ യേശുക്രിസ്തുവിന്റെ ഈ യാഗത്തെ കുറിച്ച് കേൾക്കുന്നത്, അതെന്റെ പാപത്തിന് പരിഹാരമാണെന്ന് കേൾക്കുന്നത്, ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം ആരാണ് വിശ്വസിക്കുന്നത്, അവരെ ദൈവമക്കളാക്കി തീർക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ദൈവമക്കളായി തീർന്നാൽ എന്താണ് പ്രയോജനം? ദൈവമക്കളായി തീർന്നാലുള്ള പ്രയോജനം, നമ്മുടെ മക്കൾ ആരെങ്കിലും ഇന്ന് ഭവനം വിട്ട് സ്കൂളിലേക്കോ ജോലി സ്ഥലത്തോ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അവർ നമ്മുടെ വീട്ടിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ
വൈകുന്നേരം ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ വരും. ഇതുപോലെയാണ് നാം ദൈവമക്കളാണെങ്കിൽ മരണശേഷം നാം ദൈവത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരാൻ ഇടയായിത്തീരും. ഞാൻ വ്യക്തമായി പറയട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ നാം സ്വർഗത്തിന് അവകാശികളാകണം. ആരെങ്കിലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തോ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് നമ്മളോട് പറഞ്ഞാൽ അതൊന്നും ഉറപ്പില്ലാത്ത കാര്യമാണ്. ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. ബൈബിൾ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ചത് വിശ്വസിക്കുക, ആ വിശ്വാസത്തെ ഏറ്റെടുക്കുക. യേശുവിന്റെ ആ പുണ്യാക യാഗത്താൽ, ആ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനം തരാൻ അവൻ ശക്തനാണ്. ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. അപ്പൊ എനിക്ക് എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. ഏതാനും മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതെ, എന്റെ അവസാന സന്ദേശത്തിന്റെ ഈ അവസാന മെസ്സേജിന്റെ അവസാന സമയത്ത് എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. മറ്റൊരു രക്ഷയില്ല. മനുഷ്യരക്ഷയ്ക്ക് നൽകപ്പെട്ട ഏകനാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ തുറന്ന് വായിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്കിടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും നിത്യജീവൻ പ്രാപിപ്പാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചാട്ടെ: യേശുവേ, ഞാനൊരു പാപിയാണ്. അതെ, നമ്മളെല്ലാവരും പാവമുള്ളവരാ, തെറ്റുള്ളവരാ, കുറവുള്ളവരാ. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ: യേശുവേ, ഞാനൊരു പാപിയാണ്. നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന് പരിഹാരമാണ് കുരിശിൽ ഞാൻ കേട്ടു. അങ്ങാണ് പരിഹാരം എന്ന് കേട്ടു. എന്റെ പ്രവൃത്തികളോ എന്റെ പുണ്യമോ എന്റെ യാഗമോ ഇതിന് പരിഹാരമില്ലെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് അങ്ങേ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ഉള്ളിൽ വന്ന് അങ്ങ് വാഴണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്ന ലഘുലേഖയിൽ ഈ വിവരങ്ങൾ ചെറുതായി വിവരിച്ചിട്ടുണ്ട്. ആ ലഘുലേഖകൾ വായിച്ച്, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിച്ച് ദയവായി പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. ഇതൊരു മതപ്രഭാഷണമല്ല. ഞങ്ങൾക്ക് പ്രത്യേക മതമില്ല, മതത്തിൽ ചേർക്കാൻ വന്നതുമല്ല. മറിച്ച് ബൈബിളിനെയും ക്രിസ്തുവിനെയും ഞങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വന്നത്. അത് ഞങ്ങൾ ചെറുപിടിച്ച് മടങ്ങുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ.